ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പ് നെല്ലിയാമ്പതിയിലേക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് ബുള്ളറ്റിനാണ് ഈ പ്രാവശ്യം പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ബുള്ളറ്റിന് ഇത്രയും ദൂരം യാത്ര ചെയ്യണത്. എൻ്റെ 5 ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരാദ്യം വാൽപ്പാറയിൽ വന്ന് അവിടെ ഒരു സ്റ്റേ ചെയ്ത് അതിന് ശേഷമാണ് അതിരപ്പള്ളിയിലേക്ക് വന്നത്. ഞാൻ അവരായിട്ട് അതിരപ്പള്ളിയിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യണത്. അപ്പോൾ ഇവർ വാൽപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വന്ന സമയത്തുണ്ടായിരുന്ന കുറേ ഭീകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഇവർ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ആനക്കൂട്ടം വന്നായിരുന്നു. 3 പേര് കുറച്ച് വളച്ചു നിർത്തി. പക്ഷേ ഫ്രണ്ടിൽ നിൽക്കണ ഒരു പയ്യനാണ്. അവന് 10-26 വയസ്സേ ഉള്ളു. അയാളുടെ ഫാദറും ഉണ്ട് ഈ ഗ്യാങ്ങിൽ. അപ്പോൾ അവന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവന് രണ്ടായിട്ട് നിന്നുപോയി. അപ്പം മറ്റവർ വളച്ചെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഭാഗ്യത്തിന് തള്ളാനങ്ങനെ കുറേ നേരം അനങ്ങിക്കൊണ്ട് നിന്നിട്ട് കുട്ടിയാനകളകത്തേക്ക് പോയി. അത് ഒന്നും ചെയ്യാണ്ട് പോയി. പക്ഷേ ആ ഒരു അവസ്ഥ ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ ഒരു 10:30 മണിക്കാണ് ഇറങ്ങിയത്. ഞാൻ ഓടിക്കുന്നത് എൻ്റെ റോയൽ എൻഫീൽഡ് മെറ്റിയോറാണ്. എൻ്റെ അടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് വണ്ടി ഉണ്ടായിരുന്നതാണ്. മെറ്റിയോറ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്കമാലിയിൽ നിന്ന് റൈറ്റ്, സാധാരണ എല്ലാവരും ചാലക്കുടി പോയിട്ടാണ് റൈറ്റ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് ഒരു റൈറ്റ് ഉണ്ട്. നല്ലൊരു റൂട്ടാണ്. ഏഴാറ്റുമുഖം അങ്ങനെ കുറേ സ്ഥലം കണ്ടിട്ട് പോകാൻ പറ്റും. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു ദൂരം ബുള്ളറ്റിന് പോണത്. അപ്പോൾ ഈ കാട്ടിൽ കൂടി പോകുമ്പോഴുള്ള ഒരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം. നമ്മൾ കൂടുതലും കാറിലാണ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ബൈക്ക് റൈഡ് ഞാൻ നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ നിന്ന് ഞാൻ തനിച്ചാണ് അതിരപ്പള്ളിയിലേക്ക് പോയത്. അവിടെ കുറേ മനോഹരമായ വിശേഷങ്ങൾ കാണാൻ പറ്റും. അതിരപ്പള്ളിയിലേക്ക് പോയത് അങ്കമാലിയിൽ നിന്ന് റൈറ്റ് കയറിയിട്ടൊരു റോഡുണ്ട്. അത് 2 വശം കാടിൻ്റെ നടുക്കു കൂടിയാണ്. റോഡ് അടിപൊളി റോഡാണ്. ഭയങ്കര ഫീലാണ് അത് പോകാനായിട്ട്. നല്ല വളഞ്ഞു തിരിഞ്ഞ് 2 സൈഡിലും നിറയെ മരങ്ങളാണ്. അപ്പം ഞാനിത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഏഴാറ്റുമുഖമൊക്കെ നിറയെ ഈന്തപ്പനത്തോട്ടങ്ങൾ കാണാൻ പറ്റും. അത് വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൻ്റെ ഭാഗമാണ്. ഇത് വന്നിട്ടൊരു 700 ഹെക്ടറിലാണ് നിറഞ്ഞിരിക്കുന്നത്. തുമ്പൂറുംപുഴി മുതൽ അതിരപ്പള്ളി വരെയുള്ള മനോഹരമായ പാതയിൽ 2 വശത്തും ഇങ്ങനെ വേപ്പിച്ച് കിടക്കണതാണ്. വളരെ മനോഹരമായ കാഴ്ചയാണിത്. ഭക്ഷ്യ എണ്ണ ഇറക്കുമതി കുറക്കുന്നതിന് വേണ്ടിയാണ് ഇത് നട്ടു വളർത്തിയത്. ഇപ്പം പലയിടത്തായിട്ട് ഈന്തപ്പനയുടെ വിള നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം ഉച്ചയ്ക്ക് പോയപ്പോൾ ആന ഇതിൻ്റെ ഇല പറിച്ച് തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല കാഴ്ചയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് പഴയ വണ്ടി ഉണ്ടായിട്ട് ഞാൻ ഒരിക്കലും ഇത്ര ദൂരം യാത്ര ചെയ്തില്ല. അതിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ആനപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് പോണ ഒരു ഫീലാണ്. അതിൻ്റെ ആ ടക്കെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു അടി, ആ വണ്ടി ഇങ്ങനെ അത് ഓടിക്കുമ്പോഴുള്ള ഫീലിംഗ് ഭയങ്കര വലുതാകുമായിരുന്നു. ഞാനത് മിസ്സാക്കി എന്നുള്ളതാണ് എൻ്റെ ഈ ട്രിപ്പിൽ എനിക്ക് സങ്കടം തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഉച്ചക്കൊരു 1 മണിയോടുകൂടി ഞാൻ അതിരപ്പള്ളിയിൽ എത്തിയായിരുന്നു. അപ്പോൾ അവരായിട്ട് ഒന്നിച്ച് ഞങ്ങൾ പൊക്കത്ത് കുറച്ച് വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വന്ന് ചായയെല്ലാം കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. അവർ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ വൈഫ് ഹൗസ് ഉണ്ടായിരുന്നു അങ്കമാലിയിൽ. അവിടെയാണ് ഞങ്ങൾ അന്ന് രാത്രി സ്റ്റേ ചെയ്തത്. അവിടെ ഗംഭീര ഫുഡായിരുന്നു. അങ്കമാലിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ചേട്ടൻ ഷെഫാണ്. പുള്ളി ദുബായിലെ ഹോട്ടലിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല കിണ്ണൻ ഷെഫാണ്. അപ്പോൾ ഇയാൾ നമുക്ക് ചിക്കൻ എരിഞ്ചീരകമൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ KFC ചിക്കൻ പോലെ ചിക്കൻ ഉണ്ടാക്കി തന്നായിരുന്നു. അതുകൂടാതെ അയിലക്കറി, അയില വറുത്തത്, ബീഫ്, കപ്പ, മീൻകറി, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പുള്ളി നല്ല നാടൻ കള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെത്തുകൾ ഉഗ്ര സാധനമായിരുന്നു. അതുകൂടാതെ ഞങ്ങളുടെ അടുത്ത് വേറെ മദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അത് അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ പാടി എന്നിട്ട് ഞങ്ങളൊരു കാലത്ത് 7 മണിക്കാണ് കട്ടൻ ചായ ഒക്കെ കഴിച്ചിട്ട് ഞാൻ ശരിക്കും അതിരപ്പള്ളിയിൽ തിരിച്ചു പോരാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ വൈബ് കണ്ടിട്ട് നമുക്ക് രക്ഷയില്ല. അപ്പോൾ അവരെന്നെ ബാംഗ്ലൂർക്ക് ക്ഷണിച്ചായിരുന്നു.
ദൈവം സഹായിച്ച് ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് വണ്ടി ഓടിച്ചിട്ട് മടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഞാൻ 60 വയസ്സിന് മേലായി. അപ്പൊ എനിക്ക് ഇത്രയും ദൂരം വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്യണ കൂടുതലും കാറിലൊക്കെ ആയിരുന്നു. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ആഴ്ച വേറെ ട്രിപ്പ് ഉണ്ടെങ്കിൽ പോകാം എന്നുള്ള. കാരണം ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ വളരെ വിശാലമായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. അതിന്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ ഫാമിലിയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ കാറിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ നിർത്തിയിട്ട് 5:30 ആയപ്പോൾ എത്തിയായിരുന്നു. ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തത്. ഗ്രീൻലാൻഡ് വളരെ വിശാലമായ റിസോർട്ടാണ്. 5-6 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവിടെ നിറയെ ഗ്രീനറിയാണ്. അത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പൊ അതിന്റെ അടുത്ത് ഇടയ്ക്ക് കാട്ടുപോത്ത് വരുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 5:30 മണിയായപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അവനൊരു പുലിനെ കണ്ടെന്നാണ് പറയണത്. അപ്പൊ അവരാകെ പേടിച്ച് അവശനായി. ഞങ്ങള് ഗ്രീൻലാൻഡിൽ വന്നതിന് ശേഷം ക്ഷീണം തീർക്കാൻ വേണ്ടി 2 ബീറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് നിറയെ കുരങ്ങന്മാരാണ്. എൻ്റെ മൊബൈൽ ഫോണിൽ അടിച്ചിട്ട് പോകാൻ പോയാണ്. അപ്പം തന്നെ ഫ്രാക്ചർ എടുത്ത് പിടിച്ചുകൊണ്ട് കിട്ടി. ഈ കുരങ്ങന്മാർ അവിടെ കിടന്നിട്ട് ഇങ്ങനെ 2 കമ്പിയിൽ കൂടി ഈ സർക്കസുകാർ നടക്കണ പോലെയൊക്കെയുള്ള ആ നടപ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പേടിയുണ്ടാവും. പിന്നെ ഭയങ്കര കാറ്റാണ് അവിടെ. തുപ്പിയൊക്കെ പറന്നു പോകും. നല്ല ശക്തമായ കാറ്റായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം 8 മണിക്ക് ജീപ്പ് സഫാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹീന്ദ്രയുടെ ജീപ്പിലാണ് അത് നമ്മളെ കൊണ്ടുപോയത്. 2000 രൂപ ഞങ്ങൾ 7 പേർക്ക്. ഞാൻ പല സ്ഥലത്ത് ഓഫ് റോഡ് പോയിട്ടുണ്ട്. ഞാൻ ഈ ഇടക്ക് വട്ടവട പോയിട്ടുണ്ടായിരുന്നു. വട്ടവടയിൽ തന്നെ റോഡൊന്നും മര്യാദക്കല്ല. പക്ഷെ ഇവിടെ കാട്ടിലൂടെ പോയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. റോഡും ഇല്ല. ഒരു 2 അടി 3 അടിയുടെ പാറ കല്ലുകളാണ്. അതിന്റെ ഇടയിൽ കൂടിയാണ് ഇവന് ഈ വണ്ടി ഓടിക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഇത് അടിവശം മുട്ടൂല എന്നുള്ളതാണ്. പക്ഷേ മഹീന്ദ്രയുടെ വണ്ടീനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അതുകൂടാതെ ഇത് ഓടിക്കണവന്റെ സ്കില്ലാണ് അതിന്റെ അപ്പുറത്തേക്കുള്ളത്. അപ്പൊ ഇയാള് വളരെ നല്ല രീതിയിൽ ഓടിച്ച് ഞങ്ങൾ പോണ വഴിക്ക് മ്ലാവ്, കാട്ടുപോത്ത് അങ്ങനെ കുറെ എണ്ണം കണ്ടായിരുന്നു. ആനയൊന്നും കാണാൻ പറ്റിയില്ല. എങ്കിലും വണ്ടി ഭയങ്കര ചരിയുമ്പോൾ നമ്മളിങ്ങനെ വീഴും എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നു. പക്ഷെ അതൊരു രസമായിരുന്നു. എന്നിട്ട് ഞങ്ങളെ പുള്ളി ടോപ്പ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ ലൈറ്റൊക്കെ ഓഫാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ഫുൾ കാടിന്റെ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു. അതിന് താഴെ നമ്മൾ കംപ്ലീറ്റ് താഴ്വാരങ്ങളൊക്കെ ലൈറ്റ് ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു രസമുണ്ട്. ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു അത്. ഒരു 5 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് പോകുന്നതാണ്. ജീപ്പിൽ തിരിച്ച് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആ ഡ്രൈവിങ്ങും ആ സ്കില്ലും കണ്ടപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടണ കൊണ്ടിട്ട് പുള്ളിനെ ഒന്ന് നല്ല രീതിയിൽ സുഖിപ്പിച്ചായിരുന്നു. അത് കേട്ടപ്പോഴുള്ള ആ ഒരു സുഖം കൊണ്ടിട്ട് പുള്ളി കുറച്ചുകൂടി ഡ്രൈവിങ്ങിൽ അഭ്യാസങ്ങളൊക്കെ കാണിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇറക്കത്തില് വലിയൊരു പാറയിൽ വന്നിട്ട് എന്തോ തട്ടിയിട്ട് ക്ലച്ചിന്റെ പൈപ്പ് പൊട്ടിപ്പോയെന്നാണ് പറയണത്. എന്നിട്ട് നമ്മൾ ഇനി 3 കിലോമീറ്റർ എത്തണം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ ആകെ എല്ലാവരും പേടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് നോക്കിയിട്ട് തള്ളി നോക്കി കഴിഞ്ഞാൽ അനങ്ങനില്ല. ഞങ്ങൾ എന്ത് വെച്ചാൽ ആ ജീപ്പ് ഒന്ന് സൈഡ് വേറെ ജീപ്പ് പോലെ വന്നെയാണെങ്കിലേ നമുക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലിൽ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ജീപ്പ് ഒന്ന് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയാനേ. പക്ഷെ അവിടെ നെറ്റ് കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നടക്കല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഒരാളുടെ അടുത്ത് ചെറിയ ടോർച്ച് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മൊബൈലിലെ ടോർച്ചും പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വടിക്കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ ഈ ഡ്രൈവർക്ക് അറിയാം ഇനിയിപ്പോൾ ഇറക്കമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ ഡ്രൈവർ മുമ്പ് നടന്ന് ഞങ്ങൾ ടോർച്ചൊക്കെ തെളിച്ച് പേടിയുണ്ടെങ്കിലും ഞങ്ങൾ പയ്യെ പോകുന്നു. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അറ്റാക്കിങ് ചെയ്യണ പുലികളെ കൊണ്ടുവന്നിരുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി. അപ്പൊ പുലികൾ വരുമോ, പുലിനെ കുറച്ച് മുമ്പ് 5:30 മണിക്ക് നമ്മുടെ സുഹൃത്ത് കണ്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു പേടി എല്ലാവരും മനസ്സിലുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ പ്രായമുള്ള ഞാനായതുകൊണ്ട് കൂടെയുള്ളവരൊക്കെ ചേട്ടാ നടുക്ക് കിടക്ക് അറ്റത്തോട്ട് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അവര് ഭയങ്കരമായിട്ട് കെയർ ചെയ്തേട്ടാ. അപ്പൊ എന്നെ അവർ നടുക്കാക്കിയിട്ടാണ് അവരെല്ലാവരും സൈഡിൽ കൂടിയൊക്കെ കൊണ്ടുപോയത്. ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്കൊരു 10-20 മിനിറ്റ് നടന്നെങ്കിലും അവർ ഇത്തിരി നടുവൊക്കെ വേദന എടുത്തായിരുന്നു. കാരണം മര്യാദക്കുള്ള റോഡില്ല അവിടെ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേടി ഉണ്ടായിരുന്നു. എങ്കിലും അതൊരു അനുഭവമായിട്ടാണ് എടുത്തത്. കാരണം നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര പേടിച്ച് ദൂരത്തൊന്നും കാര്യമില്ല. ഈ ലൈഫിലുണ്ടായ ഒരു അനുഭവം എന്നുള്ള രീതിയിലായിരുന്നു. ഞങ്ങളെ സേഫായിട്ട് അയാൾ അവിടെ എത്തിച്ച് അയാൾ സോറിയൊക്കെ പറഞ്ഞു. എങ്കിലും ഞങ്ങൾ മനുഷ്യനല്ലേ സംഭവിക്കാൻ പറഞ്ഞല്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം പോയി. പിന്നെ നമ്മുടെ റൂമിൽ പോയിട്ട് അടുത്ത കലാപരിപാടിയിലേക്ക് ഏർപ്പെട്ട് കുറച്ച് മദ്യപാനവും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിയുമ്പോൾ ആ പേടിയുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടിയായിരുന്നു. നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഡിന്നർ അറേഞ്ച് ചെയ്തത് അവരുടെ ലോണിലായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കളിക്കാനും ഊഞ്ഞാലാടാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ കഴിച്ച് ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ കാറ്റ് ശക്തമായ കാറ്റ് വന്നപ്പോൾ ഈ ഫുഡൊക്കെ തണുക്കുകയൊക്കെ ചെയ്ത് അവിടെ ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ ആ ക്യാമ്പ് ഫയർ ഒക്കെ കുറച്ച് നേരം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് നേരെ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ കഴിച്ചത് റൂമിലായിരുന്നു. അപ്പോൾ ഫുഡും കുറച്ച് ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് അവിടെ കൂടി. ഇപ്പം ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് വന്നതിൽ അതിൽ ഒരാൾ കമലഹാസന്റെ ഫാനാണ്, ഒരാൾ വിജയുടെ ഫാനാണ്. അവർ തമ്മിൽ അടിയായി. വിജയുടെ ഈ പുതിയ പടത്തിന് 1000 crore അടിക്കുമെന്നാണ് മറ്റേവൻ പറയണത്. അപ്പോൾ ഇവർ പറഞ്ഞത് 500ന്റെ മേലെ പോകില്ലെന്ന്. അപ്പം അങ്ങനെ കുറെ ബെറ്റ് വെക്കാനും പിടിക്കാനും കമലഹാസന്റെ ഫാനായിരുന്നു കൂടുതലും. അപ്പോൾ കമലഹാസന്റെ പാട്ടൊക്കെ
പങ്കുവച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഒരു 2 മണി വരെ ഭയങ്കര മൂടായിരുന്നു. എന്തായാലും ഇത് ഒരു അനുഭവമാണ്, മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. രാവിലെ ഒരു 7 മണിയായപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. ഞങ്ങളെ കൂടി വന്ന കൂടുതലും ബുള്ളറ്റ് ആയിരുന്നു ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ദിവസം ഒരാൾ ഊട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് 82 മോഡൽ ബുള്ളറ്റൊക്കെയാണ് ഉപയോഗിക്കണം. അപ്പോൾ 2 പേരും ഈ പഴയ ബുള്ളറ്റ്, അതായത് അവർ ഒരു കൊച്ചിനെ നോക്കണ പോലെയാണ് ആ ബുള്ളറ്റിനെ നോക്കണത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഈ ബുള്ളറ്റ് എങ്ങനെയാണ് അവർ കയ്യിൽ കിട്ടിയത്, എത്ര നാളായി, എങ്ങനെയാണ് അവർ യൂസ് ചെയ്യണത്, എത്ര കരുതലോടാണ് അവരത് കൊണ്ടു നടക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂ പോലെ ഞാനത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അവർ പറയണ ഭാഗം തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ ബുള്ളറ്റ് റൈഡ് നടത്തിയിട്ട് ഇത് തിരിച്ച് പോകണതാണ്. അപ്പോൾ ഈ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെ ഒരു വികാരമാണ്. പഴയ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. I am Justin. Good morning, Justin from Bangalore. From my childhood, I just see from police officers and military officers running with the Royal Enfield. In case my childhood, after my childhood, when I go for first bike, should be my Royal Enfield. This is almost 28 years old, 1982 Royal Enfield. It's so comfortable to ride on this, and as far as the safety, 100%. There is no any accident for Royal Enfield. The safeguard of this crash guard, which protects your knees, legs, and all over your body when the vehicle falls. Okay, keep it up, guys. Thank you so much. And now we're heading back to the Bangalore. Thank you so much. Okay, thank you. അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ വേറെ സുഹൃത്തുണ്ട്, ഒന്ന് പേര് പറയാം. Hi, my name is Lazar. I'm riding Bullet for 20 years. So this is my first bike which I took. Riding is really awesome with this bike. I'm coming from Ooty to Nelyambadi. It was an amazing ride coming from Ooty on the hill station. The safety wise, the bike is really very good and it is very safe, very comfortable. There is no hassle in riding this bike. And anywhere you go, any ups and downs, it takes you very comfortably. I'd like to tell the same thing in Spanish also. Me llamo Lazar. Vine con la moto de Ooty hasta este lugar. Y es una moto que es de 350 cúbicos y es muy seguro. La moto es muy buena, así que es cualquier lugar podemos viajar en esta moto, una persona o también 2 personas, ¿vale? Muchas gracias. Hola, amigo. Muchas gracias. Okay. Veno, amigo, veno. ഓക്കെ താങ്ക് യു. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മൾ യൂട്ടേൺ എടുത്തിട്ടാണ് നെന്മാറ അങ്ങനെ കയറണത്. രാവിലെ ഒരു 9:30-10 മണിയായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറ്റാഞ്ഞ കൊണ്ടിട്ട് പലയിടത്തും നിന്ന് ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആദാമിൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു ചായക്കടയുണ്ട്. അവിടുത്തെ കടി സൂപ്പർ കടിയാണ്. നല്ല വട, പിന്നെ പഴംപൊരി, ചായയൊക്കെ നല്ല കിണ്ണം ചായയാണ്. അപ്പോൾ അവിടെ ചായ കുടിക്കാനിരുന്ന 2 പേരാണ് പറഞ്ഞത്, നിങ്ങൾ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്തോ, ഭയങ്കര അടിപൊളി റിസോർട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഗ്രീൻലാൻഡ് കണ്ടുപിടിച്ചത്. ഒരു 6 മണിക്ക് എല്ലാവരും എണീറ്റിട്ട് എത്രയും പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി ഒരു 7 മണിക്ക് തന്നെ അവിടെ നിന്ന് തിരിച്ച് പോരാന്നുള്ള, കാരണം അവർക്ക് ബാംഗ്ലൂർ വരെ എത്തേണ്ടതല്ലേ. എനിക്ക് കുഴപ്പമില്ല, കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ തേയിലയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വടക്കാഞ്ചേരിക്ക് വിട്ടു. വടക്കാഞ്ചേരിയുടെ അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. അവിടെ ഡാമുണ്ട്, കുറച്ച് നേരമൊക്കെ നിർത്തി കണ്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് എന്നിട്ട് ചായ കുടിച്ചതിന് ശേഷം അവർ ബാംഗ്ലൂർക്ക് തിരിച്ച്, ഞാൻ നേരെ എറണാകുളത്തേക്ക് തിരിച്ച്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണി തുടങ്ങി ഒരു 1 മണി വരെ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. കാരണം ലൈറ്റ് മുഖത്തടിക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ ഈ ട്രിപ്പിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല. കാരണം ബുള്ളറ്റ് റൈഡ് അത്ര ഗംഭീരമായിരുന്നു, അത്ര ആസ്വദിക്കാൻ പറ്റി. എൻ്റെ ഫ്രണ്ട്സ് എത്തിയത് ഏതാണ്ട് ഒരു 2 മണിയായി രാത്രി. കാരണം വെച്ചാൽ അവരൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു ബുള്ളറ്റിൻ്റെ ചോക്ക് ഡാമേജ് ആയി. അപ്പോൾ കടയൊക്കെ തുറപ്പിച്ച് അതൊക്കെ സംഭവം ശരിയാക്കിയിട്ടാണ് അവരെത്തിയത്. എന്തായാലും അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ട്രിപ്പ് അത്യാധികം നല്ല സന്തോഷകരമായിരുന്നു. എന്തായാലും ഈ ട്രിപ്പ് വളരെയധികം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എൻ്റെ കൂടെയുള്ളവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.